ഒരു ദിവസം കുട്ടി സ്കൂൾ വിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളെ ക്ലാസ്സിലുണ്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എന്താ മോളെ ഓൻ്റെ പേര് എന്ന് ചോദിക്കുക. റിയാസ് എന്നാണ് പേര് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി ഉമ്മാക്ക് സൂചന നൽകിയിരിക്കുകയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കണം. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെ പറ്റി പറയണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഉമ്മാക്ക് സൂചന ഉണ്ടാവും. ഉമ്മാക്ക് സൂചനയില്ലാതെ ഒരു കുട്ടിയും ചാടൂല. ചാടുന്നതിന് മുമ്പ് വേണ്ടവർക്ക് നോക്കാൻ 5 കൊല്ലം കാലാവധി ഉണ്ടാവും. ഇന്ന് പ്രേമിച്ച് നാളെ ആരും പോകൂല. അതുകൊണ്ട് 5 കൊല്ലം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. 5 കൊല്ലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ, 5 കൊല്ലത്തിൻ്റെ താഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ തയ്യാറാവുക എന്നതാണ്. നമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞിട്ടോ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോവാണ്, ഡിസംബർ 25 ക്രിസ്മസ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമൊന്നും അല്ല കേട്ടോ ഡിസംബർ 25 പറഞ്ഞത്. കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കണക്കാക്കി വരുന്നതാണ് ക്രിസ്തു വർഷം എന്ന് പറയുന്നത് AD. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കേണ്ടിയിരുന്നത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. ശരിക്കും വേണ്ട എന്താണ്, ഈസാ നബിയുടെ ജനനം മുതലാണ് ക്രിസ്തു വർഷം കണക്കാക്കി വരുന്നത് വെച്ചാൽ ഈസാ നബി ജനിക്കേണ്ടത് ജനുവരി 1-ാം തീയതിയാണല്ലോ ആവേണ്ടത്. പക്ഷെ സംഗതി അങ്ങനെയല്ല. പിന്നെ അതെന്തേ ഡിസംബർ 25-ക്കായി? അതിനൊരു കാരണമുണ്ട്. ഡിസംബർ 25 ജൂതന്മാർ കുറേ കാലങ്ങളായി ഒരു ഉത്സവം നടത്തി വരാറുണ്ടായിരുന്നു. മുൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതോ ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു ആ ഉത്സവം. ഈ ഉത്സവത്തോട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെയും ചേർത്ത് വെച്ചതാണ് ഡിസംബർ 25 എന്ന് പറഞ്ഞത്. അതായത് ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ് എന്ന് വിചാരിക്കുക. ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ്. പക്ഷെ മൂത്ത മകൻ കുവൈത്തിലാണുള്ളത്, ഓന് ലീവ് 20-നേ ഉള്ളൂ. എന്നാൽ പിന്നെ ആണ്ട് 20-നാണ് നടത്താം എന്ന് തീരുമാനിച്ചതാണ് ഡിസംബർ 25-ന് ഈസാ നബിയുടെ ജന്മദിനം എന്നുള്ളത്. അന്ന് ഈസാ നബിയുടെ ജന്മദിനം അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു എതിർപ്പുമില്ല. നമ്മൾ സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളും അഭിപ്രായങ്ങളും അവരുടെ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല. ഓല് നക്ഷത്രം തൂക്കണേന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയുകയും എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യലാണ് മതസൗഹാർദ്ദം. അല്ലാതെ നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളെ വിചാരം എന്താ വെച്ചാൽ മതസൗഹാർദ്ദമാണെങ്കിൽ നമ്മളും അതേമാതിരി ഒരു നക്ഷത്രം തൂക്കണമെന്നാണ്. അതിനൊരടിസ്ഥാനവും ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരു പുൽക്കുടിലായിരുന്നു ജനിച്ചത്, പിന്നെ മറിയം ബീവി ജന്മം നൽകിയത് എന്നും ആ സമയത്ത് ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എന്നുമുള്ള ഒരു വിശ്വാസമാണ് നക്ഷത്രം തൂക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയണമെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പരിഹാരത്തെക്കുറിച്ച് പറയണം. ഇനിയിപ്പോൾ ഡിസംബർ 25 ആയാൽ അല്ലെങ്കിൽ പെരുന്നാളായാൽ കേരളത്തിൽ കള്ള് കുടിച്ച ആളുകളുടെ എണ്ണം 10,40,000 ആണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? പരിഹാരം എന്താണെന്ന് ആലോചിക്കണ്ടേ? അതുകൊണ്ടല്ല കാര്യമുള്ളത്. മൊത്തം ഇന്ന് കുട്ടികളൊക്കെ കുരങ്ങനാവാൻ പഠിക്കുകയാണ് എന്നാണ് കേട്ടത്. കുരങ്ങനാവാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചാടിപ്പോകാൻ പഠിക്കുക. അതാണ് ഈ കുരങ്ങനാകാൻ പഠിക്കുക പറഞ്ഞത്. കുരങ്ങനാണുള്ള ആ പരിപാടിയുള്ളത്. അല്ലെങ്കിൽ പിന്നെ തവളയാകാൻ പഠിക്കണം, അപ്പോഴും പിന്നെ ചാടും. അല്ലെങ്കിൽ റബ്ബറും പാല് കുടിച്ചണം, അപ്പോഴും ചാടും. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നടന്ന ആരും പോണില്ല, ഒക്കെ ചാടിപ്പോകാം. തട്ടിക്കൊണ്ടോയി എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും ഏഷ്യാഡപ്പ് പന്തെട്ടണമാതിരി ഒരു തട്ടൻ തട്ടിയപ്പോൾ ഹൈദരാബാദ് കണ്ട് എത്തിയതാണ് എന്ന്. അങ്ങനെയല്ല, പുറത്തു വന്നാണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഒപ്പണ്ട് പോയതാണ്. ചാടിപ്പോക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ്. ആൺകുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടി പെരേന്ന് ഇറങ്ങിങ്ങാണ്ട് വന്നിട്ട് ഇന്നെന്തേലും കാട്ടിക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഓനാണ് പെട്ടതാണ്. പ്രണയത്തിൽ സീരിയസ് ആയി നിലനിൽക്കുന്നത് പെൺകുട്ടികളാണ്, ആണുങ്ങളെല്ലാം.
ആൺകുട്ടികളോട് വിളിച്ചിട്ട് എന്തിനാ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ അവൻ പറയും മുതലാക്കാനാണ് എന്ന് പറയും. പെൺകുട്ടികൾ അതിനല്ല, ജീവിക്കാനാണ് എന്ന് പറയും. അതുകൊണ്ട് പ്രണയത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ്, ആൺകുട്ടികളല്ല. പെൺകുട്ടികളുടെ പ്രണയമാണ് സീരിയസ് ആകുന്നത്, അവരാണ് അതിൽ മുൻപന്തിയിലുള്ളത്. ഞാൻ നാളിങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, പ്രേമിച്ചാൽ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അതിന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവില്ലല്ലോ, ഉമ്മാൻ്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരില്ലെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു പൂവാണ് കൊടുക്കേണ്ടത് പറഞ്ഞു, റോസാണ് കൊടുക്കേണ്ടത് പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു മോതിരാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു മനസ്സാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു ചോക്ലേറ്റ് ആണ് കൊടുക്കേണ്ടത് കാരണം. ഞാൻ ഇപ്പോൾ രക്ഷിതാക്കളോടാണ് സംസാരിക്കണം കേട്ടോ, രക്ഷിതാക്കളോടാണ് ഞാൻ സംസാരിക്കണത്. പ്രണയിച്ചാൽ കൈമാറുന്ന സാധനം എന്താണ് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. മോതിരല്ല, ഫോൺ നമ്പറല്ല, പൂവല്ല, കത്തല്ല, മനസ്സല്ല, ഒന്നുമല്ല. പ്രേമിച്ചാൽ കൈമാറുന്ന സാധനം ചോക്ലേറ്റാണ്. അതുകൊണ്ട് ബാഗിൽ ചോക്ലേറ്റ് അമിതമായി കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രണയത്തിലൊരു ഹോർമോൺ, പ്രണയിക്കാൻ തോന്നുന്നു. ഒരു പെണ്ണ് ചാടിപ്പോണ ആണായിക്കോട്ടെ, ചാടിപ്പോണത് ചുരിദാറില്ലായിട്ടാണോ? അല്ല. മോതിരല്ലായിട്ടാണോ? അല്ല. ബിരിയാണി ആയിട്ടാണോ? അല്ല. വാപ്പ ബ്രോസ്റ്റ് കൊണ്ടുപോയിട്ടാണോ? അല്ല. ടൂറ് പോകായിട്ടാണോ? അല്ല. പുസ്തകത്തിന് കായ കൊടുക്കായിട്ടാണോ? അല്ല. പിന്നെന്തിനാ ചാടണേ? ചാടണേൻ്റെ പിന്നിലെ ഒരു രഹസ്യം, ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമൈൻ എന്ന പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹിച്ചത് നേടിയേ അടങ്ങൂ, അയ്മ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് ഒരു കുട്ടി ചാടുന്നത്. ഈ ഡോപ്പമൈൻ എന്ന പേരായ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ളത് കൊക്കപ്പഴത്തിലാണ്. കൊക്കക്കോള ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴമാണ് കൊക്കപ്പഴം. ആ സാധനം ചോക്ലേറ്റിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രണയിക്കുന്നവർ ചോക്ലേറ്റുമായി കൂടുതൽ ഇടപഴകുന്നതിൻ്റെ കാരണം. എളാപ്പ വിരുന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ എളാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന ചോക്ലേറ്റിനെ പറ്റിയിട്ടല്ല ഈ പറയണത് കേട്ടോ. എപ്പോ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഇടപാടാണ് ഒരു പെൺകുട്ടിക്കുള്ളതെങ്കിൽ ശരീരത്തിൽ ഡോപ്പമൈൻ ഹോർമോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് പ്രണയത്തിൻ്റെ അടയാളമാകുന്നു എന്നും മനസ്സിലാക്കണം. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, പ്രശ്നം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പരിഹാരം പറയണമല്ലോ. പരിഹാരമാണ് പറയണത്. അതുകൊണ്ട് ഇത് വാപ്പിമ്മി ആദ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വല്ല പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മതം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു, ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറൂല. കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ്, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടി തീരുമാനിക്കും. തറവാടിൻ്റെ പ്രശ്നമല്ല, അതും എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കും. സത്യത്തിൽ പ്രണയ വിവാഹത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത്. കാരണം പ്രണയവിവാഹങ്ങൾ 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത്. 5 കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ? ഒന്നാമത്തെ കാരണം ഞാനിപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്നു പേരായ, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്നു പേരായ, അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്നു പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം. ഈ ഹോർമോണിൻ്റെ കാലാവധി 6 മാസം മുതൽ 1 കൊല്ലം വരെയാണ്. കല്യാണം കഴിഞ്ഞാൽ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശരിക്കും കല്യാണത്തിലും തന്നെയാണുള്ളത്. ഒരാൾ ഇപ്പോൾ ഈ ഇരിക്കണയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണെട്ടിയെന്ന് വിചാരിക്കുക. പെണ്ണെട്ടീൻ്റെ 3-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ
പറഞ്ഞ് മുഴുവനാകണതിന് മുമ്പ് മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിയിട്ട് പറയും കയറിക്കോ ബാക്കിൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തേ കാരണം? ഡോപ്പമൈൻ ഹോർമോൺ നിർവീര്യമായി എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട്. കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതുകൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും. പക്ഷേ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായതുകൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ ഒട്ടുക്ക് തല വെക്കുന്ന തരത്തിലേക്ക് പോകും. ഇതാണ് ഒന്നാമത്തെ കാരണം. ഡോപ്പമൈൻ നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. രണ്ടാമത്തെ കാരണം, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റുന്ന ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും. പ്രേമിക്കൂലെങ്കിൽ ആരും പ്രേമിക്കൂലല്ലോ. കക്കണോ എവിടെ ചെന്നാലും കക്കും. കുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ ആദ്യം കാണാം. ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും ഇതാ ഈ 3ാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പീടി ഉണ്ട് എന്നാ പറയാം. നിക്കരിച്ചണോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളിയെ കാണാം. കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ കാണാം. പ്രേമം ഒരാളുടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂല. അത് ഇന്നത്തെ സാഹചര്യം മാറി. നാളെ വേറൊരു ഓഫീസിക്ക് ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചൊറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ പ്രേമിക്കും. കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണതല്ല. കുടിയൻ ഒരുത്തോൾന്ന് മാത്രമല്ല കുടിക്കുക, എല്ലായിടത്തും കുടിക്കും. കള്ളൻ ഒരുത്തോൾന്ന് മാത്രമല്ല കേൾക്കുക, വാപ്പാൻ്റെ പേഴ്സന്ന് വരെ കക്കും. അതുകൊണ്ട് പ്രേമിക്കണവൻ ഒരാളിൽ മാത്രം ഒതുങ്ങൂല. സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും. ഇതാണ് രണ്ടാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം.